ഒരിക്കൽ കൂടെ സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോമാലേഖനത്തിൽ നിന്ന് വിവിധ വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് തീരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അവിടെ നാം പ്രധാനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ച വിഷയം എന്ന് പറയുന്നത് ദി സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. പുത്രത്വത്തിൻ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് അഡോപ്ഷൻ? എന്താണ് പുത്രൻ? പുത്രത്വത്തിൻ ആത്മാവ് ഒരു ദൈവത്തിൽ വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ, അസിസ്റ്റൻസ് എന്തൊക്കെയാണ്? അത് നമ്മെ ഏതൊക്കെ നിലയിൽ ഫലകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ സാങ്ക്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൽ എത്രത്തോളം സഹായകരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. നാം ചിന്തിച്ചത് വിശുദ്ധീകരണത്തിൽ നമ്മെ സഹായിക്കുന്ന സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, അത് നമ്മെ വിശുദ്ധീകരണത്തിന് പ്രേരിപ്പിക്കുന്നു, സഹായകമായിട്ട് നിൽക്കുന്നു. നാം അത് 12-13 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പുത്രന്റെ ആത്മാവ് അല്ലെങ്കിൽ പുത്രത്വത്തിൻ ആത്മാവ് നമ്മെ വഴി നടത്തുന്നു, നമ്മെ ലീഡ് ചെയ്യുന്നു. ഒരു ദൈവത്തിന്റെ ജീവിതത്തില് അവനെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള നിലയിലാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഇടത്തെ ദാസ്യത്വത്തിലേക്കല്ല വീണ്ടും നാം ആയിത്തീരുന്നത്. പിന്നെയോ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്, ഈ പുത്രത്വത്തിൻ ആത്മാവ് പുത്രത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് മാത്രമല്ല, അത് നമ്മെ അഷ്വർ ചെയ്യുകയും ചെയ്തു, നമ്മിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇവിടെ നാം വായിക്കുന്നുണ്ട്, നാം ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ഈ ഒരു സാക്ഷ്യം വളരെ വിലപ്പെട്ട സാക്ഷ്യമാണ്. അത് ദൈവാത്മാവിന്റെ സാക്ഷ്യമാണ്. അത് ഓരോ വ്യക്തികൾക്കും, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും ലഭ്യമാകുന്ന സാക്ഷ്യമാണ്. അതൊരു ഇൻറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു അശരീരിയോ അല്ല. അത് ഓരോ വ്യക്തിക്ക് താൻ ദൈവ പൈതലാണ് എന്ന് നൽകുന്ന ഒരു ദൈവിക ഉറപ്പാണ്. അത് പലപ്പോഴും രക്ഷയോടുള്ള ബന്ധത്തിൽ സംശയങ്ങൾ പലരും പലരെക്കുറിച്ച് ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. പിതാവായ ദൈവം തന്റെ ആത്മാവിനെ, പുത്രത്വത്തിൻ ആത്മാവിനെ നൽകിക്കൊണ്ട് പിതാവായ ദൈവം സാക്ഷ്യം പറയുന്നു. പുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട്, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ രക്ഷയെക്കുറിച്ചും അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട്, ഒരു വ്യക്തിയുടെ ആത്മാവോട് ഉറപ്പ് നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവാത്മാവിന് അത് സാധിക്കും. കാരണം ആത്മാവിനോട് ഉണർത്തുവാനായിട്ട് ബുദ്ധിമുട്ടില്ല. ദൈവാത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് മനുഷ്യ ആത്മാവിനോടാണ്. സകല സത്യത്തിലും വഴി നടത്തുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിലൂടെയാണ്. അവൻ സ്വയമായിട്ടൊന്നും പറയാതെ ദൈവവചനത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ചെവിയിലല്ല, പിന്നെയോ ആത്മാവിലാണ്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംവദിക്കുന്നുണ്ട്. ആ സംവാദനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ള നിലയിൽ നമ്മെ ഉറപ്പിക്കുന്ന സാക്ഷ്യമാണ്. അതൊരു വലിയ അഷുറൻസ് ആണ്. ഇത് ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ നൽകുന്ന ഒരു ഉറപ്പല്ല. കാരണം അവരൊക്കെ മാറിപ്പോകുന്നതാണ്. എന്നാൽ ഈ സാക്ഷ്യം എന്ന് പറയുന്നത് അത് രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സാക്ഷ്യമാണ്, ഏറ്റവും ഉറപ്പായ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്? ആ സാക്ഷ്യം ശബ്ദമായിട്ടോ കോലാഹലമായിട്ടോ അല്ല അറിയുന്നത്. പിന്നെയോ ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നതിലൂടെ,
അല്ലെങ്കിൽ ആത്മാവിന് ഞാൻ വിധേയപ്പെടുന്നതിലൂടെ, കൂടുതൽ കൂടുതൽ ആത്മ നിറവിലേക്ക് ഞാൻ വരുന്നതിലൂടെ, മാത്രമല്ല ആത്മഫലങ്ങൾ നമ്മിൽ ഉളവാകുന്നതിലൂടെ, ഈ നിലയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കുന്ന കാര്യം. മാത്രമല്ല തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പായിട്ട് നൽകുന്നുണ്ട്. അത് ആത്മാവ് താൻ തന്നെ നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിന്റെ 17ാമത്തെ വാക്യത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 8-ാം അധ്യായം 17ാമത്തെ വാക്യം വായിക്കുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ വാക്യത്തിൽ ദൈവാത്മാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുത്രത്വത്തിൽ ആത്മാവ് ഒരു ദൈവത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ഓഫ് അവർ ഫൈനൽ സാൽവേഷൻ. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. അതെങ്ങനെയാണ് ആ പൂർത്തീകരണം? ആത്മാവിന്റെ രക്ഷയും ദേഹിയുടെ രക്ഷയും മാത്രമല്ല, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വവും, അത് ഈ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ദത്തെടുക്കലിന്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് നൽകിയ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നാം മക്കളാകുന്നു എങ്കിൽ കേവലം മക്കൾ മാത്രമല്ല, പിന്നെയോ നാം അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഒരു അഡോപ്റ്റഡ് സൺ എന്നുള്ള നിലയിൽ ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട മകൻ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ള നിലയിൽ അവർക്കൊരു അവകാശമുണ്ട്. ആ അവകാശം ദൈവത്തിന്റെ അവകാശികളാണ്. മാത്രമല്ല ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. നാം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, അങ്ങനെ ദൈവമക്കളായിത്തീർന്ന ഏവർക്കും നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ഒരു തേജസ്കരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പാക്കുന്നു. അത് തുടർന്നുള്ള വാക്യങ്ങളിൽ അതിന്റെ വിശദീകരണമുണ്ട്. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമാക്കുന്നുണ്ട്. അപ്പോ ഒരു അവകാശമുണ്ട്, ഒരു തേജസ്കരണമുണ്ട്, മൂന്നാമത് മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഭൂമിയിൽ ദൈവമക്കൾക്ക് കഷ്ടത ഉണ്ട്. ഈ 3 യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയേണ്ടത് ആവശ്യം. ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശം ദൈവത്തിന്റെ അവകാശികൾ എന്നുള്ള നിലയിലാണ്, ക്രിസ്തുവിന് കൂട്ടവകാശികൾ എന്നുള്ള നിലയിലാണ്. പലപ്പോഴും ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പരിഗണിക്കുവാനോ ആരെങ്കിലും നമ്മെക്കുറിച്ച് കൺസിഡർ ചെയ്യുവാനോ ഒരുപക്ഷെ നമുക്ക് യാതൊന്നും ഉണ്ടായി എന്ന് വരികയില്ല. റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ ദൈവമക്കൾ പുത്രത്വത്തിൽ ആത്മാവിനാൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു അവകാശമുണ്ട്. ആ അവകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അവകാശമല്ല, ഇനിയോ സ്വർഗീയമായ ഒരു അവകാശമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ എന്ന് നാം വായിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം യഹൂദ ക്രിസ്ത്യാനികളോടുള്ള അല്ലെങ്കിൽ എബ്രായ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് ചുറ്റുമുള്ള അവരുടെ പുരാതന മതം അല്ലെങ്കിൽ ആ റിലിജിയൻ അവരെ പീഡിപ്പിച്ചു, അവരുടെ സമ്പത്തുകൾ അപഹരിച്ചു. എന്നാൽ ആ സമ്പത്തുകളുടെ അപകാരം അവർ സന്തോഷത്തോടുകൂടെ സഹിച്ചു. എന്തുകൊണ്ടാണ് അവർ അത് സഹിച്ചത്? അതിന് കാരണം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അവരറിഞ്ഞു. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉത്തമ സമ്പത്ത് അവർക്കുള്ളത് കൊണ്ട്
ഈ ഭൗമികമായിട്ടുള്ള സമ്പത്തുകൾ, അതിന്റെ അപഹാരം, ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉണ്ടാകുന്ന അപഹാരങ്ങൾ, അത് സന്തോഷത്തോടുകൂടെ അവർ സഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ 10:35 വാക്യത്തിൽ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ഉപേക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതവും വിശ്വാസ ജീവിതത്തിന്റെ അന്തവും എന്ന് പറയുന്നത് അത് നാസ്തിയായിട്ട് ശൂന്യമായിട്ട് തീരുന്ന ഒരു കാര്യമല്ല. ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു വിശ്വാസ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതമല്ല ദൈവമക്കൾക്കുള്ളത്. നാം സ്വർഗീയ പൗരന്മാർ, അതിനേക്കാൾ ഉപരിയായി സ്വർഗീയ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയില് മഹാപ്രതിഫലം, എബ്രായ ലേഖനകാരൻ അങ്ങനെ പറയാൻ സാധിക്കും. ആ സമ്പത്തിനെ കുറിച്ച് ഉത്തമ സമ്പത്ത് തന്നെ പറയുവാനായിട്ട് സാധിക്കും. 36 വാക്യത്തിൽ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്, അത് ദൈവേഷ്ടം ചെയ്ത് നിങ്ങൾ പ്രാപിക്കേണ്ടുന്ന ഒരു വാഗ്ദത്തമാണ്. അത് സഹിഷ്ണുതയാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഈ വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് സ്വർഗത്തിൽ ഒരു സമ്പത്തുണ്ട്, സ്വർഗത്തിൽ ഒരു മഹാപ്രതിഫലമുണ്ട്, സ്വർഗത്തിൽ നമുക്ക് ഒരു വാഗ്ദത്തമുണ്ട്. അത് ദൈവേഷ്ടം ചെയ്ത് പ്രാപിക്കുവാൻ കഴിയുന്നതാണ്, അത് സഹിഷ്ണുതയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഞാനിത് പറയുമ്പോൾ സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു സമ്പത്തിനെ കുറിച്ച്, അവകാശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ വീടൊക്കെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു 2 നില കെട്ടിടം ലഭ്യമാകും. ഇവിടെയുള്ള സമ്പത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡോളറായിട്ട് മാറുന്ന ഒരു സാമ്പത്തിക സേവിങ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെ വെട്ടിപ്പിടിക്കുവാനായിട്ട് കുറച്ച് രാജ്യവും, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും വസ്തുമയമായിട്ടുള്ള ഒരു അവകാശത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നാം നിരാശരാകുവാനുള്ള സാധ്യത. കാരണം സ്വർഗത്തിൽ ഒരു 5 ഏക്കർ പതിച്ചു കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ഉള്ളിൽ നാം കരുതിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഉള്ള സ്വർണ്ണ തെരുവീതികളും അല്ലെങ്കിൽ പളുങ്ക് നദിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ അവകാശം അതല്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുക. നിശ്ചയമായിട്ടും അവിടെ ലഭിക്കുന്ന അവകാശം എന്ന് പറയുന്നത് അത് പ്രത്യേകതയുള്ള അവകാശമാണ്. അത് ഫെയ്ഡിങ് ആയിട്ടുള്ളതല്ല, നിലനിൽക്കുന്നത് ആണ് എന്നുള്ളത് നാം തിരിച്ചറിയുക. ഈ ഭൂമിയിൽ നാം കാണത്തക്കവണ്ണമുള്ള ഏതെങ്കിലും അവകാശമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, മോശ മിസ്രൈമിൽ നിന്ന് താൻ പുറപ്പെട്ടു വന്നപ്പോൾ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് താൻ എണ്ണി. അതുകൊണ്ടാണ് ലാഭ നഷ്ട കണക്കുകൾ പരിശോധിച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്നയാണ് അതിന് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് എന്ന് മുൻകണ്ടിട്ടാണ് മോശ എന്ത് ചെയ്തത്? ഇറങ്ങി പുറപ്പെട്ടത്. ഇനി ഞാനത് ചോദിച്ചോട്ടെ, മോശ മിസ്രൈമിലെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സമ്പത്താണ് നേടിയത്? നിങ്ങൾക്കറിയാം, മോശ വാഗ്ദത്ത നാട്ടിൽ ഒരു തുണ്ട് ഭൂമി പോലും കൈവശമാക്കിയില്ല, അവകാശമാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ മിസ്രൈമിലെ സമ്പത്തുകളുടെ നഷ്ടം എങ്ങനെ മോശയ്ക്ക് ലാഭകരമായി തീരും? ക്രിസ്തുവിന്റെ നിന്ന അല്ലെങ്കിൽ അത് മുഖാന്തരം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എങ്ങനെ ലാഭകരമായി തീരും? ഇതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. ഇത് എന്ന് പറയുന്നത് സ്വർഗീയമായിട്ടുള്ള തേജസ്സും സ്വർഗരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനവും മാത്രമല്ല സമൃദ്ധിയായ നിത്യജീവന്റെ അനുഭവവുമാണ് ഒരു വ്യക്തിക്ക് അവകാശമായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഹെയർസ് ഓഫ് ഗോഡ്. നാം പലപ്പോഴും അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറി നിന്ന് മറ്റെന്തെങ്കിലും അവകാശമാണ് നാം ചിലപ്പോൾ ചിന്തിക്കാറുള്ളത്. മത്തായി സുവിശേഷം 25:34, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിൻ, അവകാശത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിൻ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 3:29, അബ്രഹാമിന്റെ സന്തതി എങ്കിലോ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അവകാശികളുമാകുന്നു എന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുന്നത്. എഫേസ്യലേഖനം 1:11 വാക്യത്തിൽ അവനിൽ നാം അവകാശവും പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു. കൊലോസ്യ ലേഖനം 1:12 വാക്യത്തിൽ
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് എന്ന് നാം വായിക്കുന്നു. കൊലോസ്യ ലേഖനം തന്നെ 3:24 വാക്യത്തിൽ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് ക്രിസ്തുവിനെ സേവിക്കും. അപ്പൊ ദൈവിക സേവയിൽ ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് ക്രിസ്തുവിനെ സേവിപ്പാനാണ്. എബ്രായ ലേഖനം 6:12 വാക്യത്തിൽ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ എന്നവർക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു എന്ന് എബ്രായ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 9:15 വാക്യത്തിൽ എബ്രായ ലേഖനം തന്നെ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്. എന്താ നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം? ഓക്കെ, ഇനി അല്പം കൂടെ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പത്രോസിന്റെ 1 ലേഖനം 1:4 വാക്യം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം ഒരു വിശ്വാസികളെ സംബന്ധിച്ച് എന്താ? അത് ക്ഷയമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്, മാലിന്യമില്ലാത്ത, ഇൻകറപ്റ്റബിൾ ആണ്, അൺഫെയ്ഡിങ് ആണ്. അതുപോലെ തന്നെ അത് ക്ഷയിച്ചു പോകുന്നതല്ല, അതിന്റെ വാട്ടം സംഭവിക്കുന്നതല്ല. കാലം നമുക്കറിയാം, എന്ത് അവകാശമുണ്ടെങ്കിലും കാലപ്പഴക്കത്തിൽ അതിന്റെ മൂല്യച്യുതി സംഭവിക്കും, മൂല്യം ഇടിഞ്ഞു പോകും, അതിന്റെ ശോഭ കെട്ടുപോകും, അത് നഷ്ടപ്പെട്ടു പോകും. ഈ ലോകത്തിലെ സകല അവകാശവും സമ്പത്തും അപ്രകാരം ഫെയ്ഡ് ചെയ്യുന്നതാണ്, അതില്ലാതായി പോകുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൽ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഫെയ്ഡിങ്. അത് വാട്ടമില്ലാത്തതാണ്, കറപ്ഷൻ ഇല്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്, പ്യുവറാണ്, പിന്നെ ക്ഷയമില്ലാത്തതാണ്, അതിന് ബലഹീനത അല്ലെങ്കിൽ മൂല്യശോഷണം സംഭവിക്കാത്തതാണ്. എന്താണ് ഇത്തരത്തിലുള്ള അവകാശം? തീത്തോസിന്റെ ലേഖനം 3:7 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടത്. നമ്മളൊരു നിത്യജീവൻ എന്ന് പറയുന്നത് തന്നെ അതൊരു അവകാശം, അതവർ ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. അവർ പ്രാപിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് നിത്യജീവൻ. ഇനി നിത്യജീവൻ മാത്രമല്ല അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നത്, ഗോഡ് ഹിംസെൽഫ് ഈസ് ദെയർ ഇൻഹെറിറ്റൻസ്. ദൈവം താൻ തന്നെ എന്താ അവരുടെ അവകാശം. വിലാപങ്ങളുടെ പുസ്തകം 3:24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. എന്താ യഹോവ എന്റെ ഓഹരി? ദൈവം താൻ തന്നെ നമ്മുടെ അവകാശമായിട്ട് തീരുകയാണ്. പലപ്പോഴും നമ്മൾ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഭൂമിയിൽ കാണുന്ന ഒരു വലിയ ധനശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു സമ്പത്ത് നമുക്ക് ലഭിച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. എന്നാൽ അദ്ദേഹം തന്നെ നമ്മുടെ അവകാശമായിട്ട് തീരുക അങ്ങനെ സാധിക്കില്ലല്ലേ? ഭൂമിയിലെ അവകാശങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഭൗതിക സ്വത്തിന്റെ അവകാശം. എന്നാൽ ഇവിടെ ദൈവം താൻ തന്നെ അവകാശമായിട്ട് തീരുകയാണ്. യഹോവ എന്റെ ഓഹരി, അല്ലെ? 73 സംഖ്യത്തിലെ 25 വാക്യത്തിൽ എന്താ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ എനിക്ക് ആരാ ഉള്ളത്? സ്വർഗത്തിൽ എന്റെ അവകാശം എന്താണ്? സ്വർഗത്തിൽ ദൈവം താൻ തന്നെ നമ്മുടെ അവകാശമായിരിക്കുകയാണ്. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്താ ഉറപ്പ്? റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21:3 വാക്യത്തിൽ ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. പിന്നീട് ഒരിക്കലും വേർപെടുവാൻ ഇടയില്ലാത്ത വിധം ആകാത്ത വിധം ദൈവവുമായിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള ബന്ധത്തിൽ തുടരുക എന്നുള്ള ആ ഒരു അവകാശം, അതിൽ പരം എന്താണ് സ്വർഗത്തിൽ നമുക്ക് മോഹിക്കുവാൻ ആഗ്രഹിക്കുവാനായിട്ടുള്ളത്? സ്വർഗത്തിൽ 1-2 മുറികളോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളോ ചില കിരീടങ്ങളോ ഒക്കെ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ ഈ കുഞ്ഞാടിന്റെ മുമ്പാകെ ഇട്ടു എന്ന് നാം വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
അവിടെ യാതൊന്നിനും ക്രിസ്തുവിനേക്കാൾ, ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് കൊടുക്കുവാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സ്വർഗത്തിൽ ചെന്നിട്ട് വേണം നമുക്കൊരു ടൂറൊക്കെ പോവാൻ. എങ്ങോട്ടാ? നിത്യജീവന്റെ ഉറവുകളിലേക്ക് ചെല്ലുമെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജീവജല നദിയുടെ കരയിൽ ചെന്ന് ഇരിക്കണം. അവിടെ അതിന്റെ കരയില് അതത് മാസങ്ങൾ വിവിധ ഫലങ്ങളുള്ള ചില വൃക്ഷങ്ങളുണ്ട്. ജീവവൃക്ഷത്തിന്റെ പിന്നെ ഫലമൊക്കെ കഴിക്കണം. പിന്നെ നമ്മളൊരു പാട്ടിലൊക്കെ പാടുന്നത് പോലെ അതിന്റെ ചില്ലയിലിരുന്ന് മധുരമായിട്ട് പാടണം. ഇത് നല്ല ഭാവനയാണ്. എന്നാൽ സ്വർഗത്തിൽ നമ്മെ ആകർഷിക്കുന്നത് ജീവജല നദികളോ ജീവവൃക്ഷമോ അതിന്റെ ഫലമോ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളോ അല്ല. അല്ലെ? പിന്നെയോ ദൈവം തന്നെ അവരുടെ അവകാശമായിട്ട് തീരുകയാണ്. ഈ വായിച്ച 3 വാക്യങ്ങളും പഴയ നിയമത്തിലെ വാക്യങ്ങളാണ്. അപ്പോ പഴയ നിയമത്തിലെ വിശ്വാസികൾ അവർ ആഗ്രഹിച്ചിരുന്ന അവകാശം എന്തവകാശമാണ്? സ്വർഗത്തിലെ അവകാശമാണ് അവര് ആഗ്രഹിച്ചിരിക്കുന്നത്. അല്ലെ? അനേക വാക്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ 16-5 വാക്യത്തിൽ എന്റെ അവകാശത്തിന്റെ പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കും. ഈ അളവുനൂല് യോശുവ നൂല് പിടിച്ച് അളന്ന കനാൻ ദേശമാണ് എന്ന് വ്യാഖ്യാനിച്ച് നാം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ് എന്താ? എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അതാണ് മനോഹര ദേശത്ത് വീണ എന്റെ അവകാശം. പ്രിയമുള്ളവരെ, ദൈവവേദൽ എന്നുള്ള നിലയില്, ദൈവമക്കൾ എന്നുള്ള നിലയില് ദൈവം നമ്മുടെ അവകാശമായിട്ട് തീർന്നിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 10-9 വാക്യത്തിൽ ലേവിയോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലേവ്യ ഗോത്രക്കാർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ എന്തില്ല? അവകാശമൊന്നും നൽകിയില്ല. ദി ലോർഡ് ഈസ് ഹിസ് ഇൻഹെറിറ്റൻസ്. ദൈവം താൻ തന്നെയാണ്, യഹോവയായ ദൈവം താൻ തന്നെയാണ് അവന്റെ അവകാശം എന്ന് നാം വായിക്കുന്നത്. അനേക വാക്യങ്ങൾ അതോടുകൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ഈ യഹൂദ മര്യാദ പ്രകാരം അല്ലെങ്കിൽ പാരമ്പര്യ പ്രകാരം ഒരു കുടുംബത്തിന്റെ അവകാശങ്ങൾ വീതം വയ്ക്കുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ല വീതം വയ്ക്കുന്നത്. മൂത്ത മകന് അല്ലെങ്കിൽ ആദ്യജാതന് അല്പം കൂടുതൽ അവകാശമുണ്ട്. അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടിയ അവകാശമാണ്. മാത്രമല്ല ഒരുപക്ഷെ അപ്പന്റെ സ്ഥാനത്തിന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ ആ പദവികളും അവന് ലഭ്യമാകുന്നുണ്ട്. അപ്പോ യഹൂദ കുടുംബങ്ങളിൽ ഈക്വൽ ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. റോമൻ പ്രാക്ടീസ് അനുസരിച്ച് അല്ലെങ്കിൽ റോമൻ പാരമ്പര്യം അനുസരിച്ച് അവിടെ മക്കൾക്ക് എല്ലാവർക്കും അപ്പന്റെ ഓഹരി തുല്യമായിട്ട് വീതം വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോ ഇതിൽ ഏത് രീതിയിലാണ് ഈ ദൈവമക്കളുടെ ഓഹരി വരുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന് കൂട്ടവകാശികൾ എന്താണ്? ദൈവമക്കളുടെ അവകാശം ആദ്യജാതന്റെ അവകാശം പോലെ യഹൂദ പാരമ്പര്യത്തിന്റെ അവകാശമല്ല, റോമ പാരമ്പര്യം പോലെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പാരമ്പര്യമല്ല. പിന്നെയോ ദൈവമക്കളുടെ അവകാശം കൂട്ടവകാശമാണ്. എന്താണ് ക്രിസ്തുവിന് കൂട്ടവകാശം എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 1-2 വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 1 അതിന്റെ 2 വാക്യത്തില് അവിടെ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവനെ താൻ സകലത്തിനും അവകാശം. അപ്പോ പിതാവായ ദൈവം പുത്രനെയാണ് സകലത്തിനും അവകാശമാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പുത്രനാണ് സകലത്തിന്റെയും അവകാശം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പുത്രന് ലഭിച്ച അവകാശത്തിന് പുത്രനോട് കൂടെ കോഹേസ് ആയിട്ട് മാറുകയാണ്, കൂട്ടവകാശികളായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പുത്രന്റെ അവകാശത്തിന് ദൈവമക്കൾക്ക് പങ്കാളിത്തം ലഭിക്കുകയാണ്. അതിന്റെ ഡിവിഡന്റ് അല്ല, ഡിവൈഡ് ചെയ്ത് വേർപിരിക്കുന്ന അല്ലെങ്കിൽ അതിലൊരു ഭാഗം എന്നുള്ളതല്ല. കൂട്ടവകാശം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗത്തിന്റെ കാര്യമാണ്. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. 2 പേർക്ക് ചേർന്ന് ഒരു വസ്തു ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് അവരുടെ അവകാശം?
ചിലപ്പോൾ പറയും 50-50 എന്ന് പറയാം. അത് മാനുഷികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ രണ്ടുപേർക്കും അതിനകത്ത് പൂർണ്ണ അവകാശമായിട്ടും അതാണ് കോഹേഴ്സ് എന്ന് പറഞ്ഞത്. കൂട്ടവകാശം എന്ന് പറയുന്നത് 50-50 അല്ല, അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 33.33% എന്നുള്ള നിലയിൽ അതല്ല. കോഹേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രന്റെ സകലത്തിനും അവകാശിയായിരിക്കുമ്പോൾ പുത്രനോടുകൂടെ ദൈവമക്കൾ കൂട്ടവകാശത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലെ? മത്തായി സുവിശേഷം 25:21 വാക്യത്തിൽ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന കൂട്ടവകാശം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:22 വാക്യത്തിൽ യേശു കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നോക്കണേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇതൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വ്യക്തികളും അല്ലെങ്കിൽ മാനുഷികമായിട്ട് ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു പങ്കുവെക്കൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അല്ലെ? അപ്പൊ പുത്രന്റെ മഹത്വം പ്രാപിക്കാനായിട്ടാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആരെങ്ങനെ ചെയ്യും? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ ഞാൻ മാനുഷികമായിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് യേശു കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ദൈവമക്കൾ ചുറ്റും വേറെ സിംഹാസനത്തിൽ, ചെറിയ സിംഹാസനം അല്ലെ, ഒരു കുട്ടി സിംഹാസനത്തിന് ചുറ്റും ഇരിക്കാനായിട്ട്, ഇതാണ് നമ്മുടെ ചിന്ത. എന്നാൽ യേശു കർത്താവ് നമ്മെ ഇരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കുട്ടി സിംഹാസനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ല. തന്നോടുകൂടെ ഇരിക്കേണ്ടത്, അല്ലെ? തന്നോടുകൂടെ ഇരുത്തേണ്ടതിന്. ലോകത്തിൽ ആരും അങ്ങനെ ഇരുത്തത്തില്ല. തന്നോടൊപ്പം ഇന്റർനെറ്റ് നോട്ട് വർക്കിംഗ്. ക്രിസ്തുവിന്റെ മഹത്വം നാം പങ്കിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൊരിന്ത്യർക്ക് 2 ലേഖനം 8-9 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ സമ്പന്നനാണ്. അവന്റെ സമ്പത്ത് നമുക്ക് വിശദീകരിക്കുവാനാകില്ല. എന്നാൽ അവൻ സമ്പന്നനായിരുന്നതുപോലെ നമ്മെ സമ്പന്നരാക്കുവാൻ, ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നമ്മൾ അറിയണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുയേശുവിൽ കൂട്ട അവകാശികൾ ആണ്. ഇതെങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും? എങ്കിലും ഇങ്ങനെയൊക്കെ ആകുമോ? വെറുതെ അല്ല പുതിയ ആകാശ ഭൂമിയിൽ ദൈവം താൻ അവരോടുകൂടെ ഇരിക്കുമെന്ന് പറയുന്നത്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്ന് പറയുന്നത്, പിന്നെ ഒരിക്കലും വേർപിരിയുവാനായിട്ട് സാധ്യമല്ലാത്ത വിധം കൂട്ടവകാശത്തിലേക്ക്, ആ ഒരു ഷെയറിങ്ങിലേക്ക് പോവുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ദൈവമക്കളുടെ ഏറ്റവും വലിയ അവസ്ഥ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. അത് വാസ്തവമാണ്. എനിക്ക് പോലും അത് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ അത്തരത്തിൽ ഒരു അവകാശമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു അവകാശം നമുക്കുണ്ട് എന്ന് അറിഞ്ഞിട്ട് നാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അതിന്റെ പ്രായോഗികത എന്താണ്? പലപ്പോഴും ഒന്നുമില്ലാത്തവരെ പോലെ, ദരിദ്രരെ പോലെ ഇപ്പോഴും നാം കഴിയുകയാണ്. പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം അടുത്ത ഭാഗത്ത് ചിന്തിക്കുന്നുണ്ട്. പൗലോസ് എന്തുകൊണ്ടാണ് താൻ ഇത്രയും കഷ്ടതകൾ സഹിക്കുവാനായിട്ട് താൻ പ്രേരിപ്പിക്കപ്പെട്ടത്, ഇത്രയും നഷ്ടം സഹിക്കുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ടത്? അല്ലെ? അവസാനം സീറോയിലേക്ക് വരുവാൻ, തന്റെ ബാലൻസ് എല്ലാം സീറോയിലേക്ക് വരുവാനായിട്ട് താൻ എന്തുകൊണ്ട് അനുവദിച്ചു? നാം ഇങ്ങനെ മനസ്സിലാക്കുന്നു, താൻ തനിക്കുണ്ടായിരുന്ന സകലതും നഷ്ടപ്പെടുത്തിയിട്ട് തനിക്ക് ലഭിക്കാവുന്നതിന്റെ ഏറ്റവും ഉന്നതമായത് താൻ നേടി. ആ നിലയില് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്
എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബോധ്യം, ഓക്കെ, ഈ ഒരു അറിവ്, ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, പരിവർത്തനത്തിന് വിധേയമാകണം. വീണ്ടും നാം താഴോട്ട് വരുമ്പോൾ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് വി ഹാവ് ഗ്ലോറിഫിക്കേഷൻ. നാം അടുത്ത ഭാഗത്തിലും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. മഹത്വീകരണം എന്ന് പറയുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നാം 11-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. അപ്പോ നമുക്കൊരു തേജസ്കരണം ഉണ്ട്. നാം 30-ാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഓക്കെ, ഇനി 23-ാമത്തെ വാക്യം, 8-ന്റെ 23-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ഇനി നമ്മൾ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരിക. അതിന്റെ 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നോക്കണേ, നമ്മുടെ താഴ്ചയുള്ള ശരീരം, ഈ ശരീരം ഉപേക്ഷിക്കുവാനായിട്ട് ദൈവം തയ്യാറല്ല. പിന്നെയോ അതിനെ, ആ താഴ്ച മാറ്റിയിട്ട്, ആ ദ്രവത്വം മാറ്റിയിട്ട് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. ഇതിനെയാണ് തേജസ്കരണം എന്ന് പറയുന്നത്. നാം യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യമാണ്. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവരോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഇതാണ് ദൈവമക്കളുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ഒരു പ്രക്രിയ. നമ്മുടെ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. ഇത് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശയാണ്. നാം 24-ാം വാക്യത്തിൽ 8-ന്റെ 24, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തരും കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. നമ്മളൊരു ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അവൻ പ്രാപിക്കാൻ. ഇപ്പോൾ തന്നെ പുത്രരാണ്, മക്കളാണ്. പുത്രത്വം നാം പ്രാപിച്ചിരിക്കുന്നു. പുത്രത്വം ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ദേഹിപരമായിട്ടുള്ള വീണ്ടെടുപ്പ്, അത് വിശുദ്ധീകരണം, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് സമ്പൂർത്തിയിലേക്ക് വരുവാൻ പോവുകയാണ്. എന്താ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നാം പ്രാപിക്കാൻ പോവുകയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഡേറ്റും സമയമൊന്നും കുറിക്കാൻ നമുക്ക് അവകാശമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഈ ശരീരത്തിന്റെ തേജസ്കരണം നടക്കും. വിശുദ്ധന്മാരുടെ തേജസ്കരണം നടക്കും. കല്ലറയിൽ ഉറങ്ങുന്നവരുടെ വിശുദ്ധന്മാരുടെ തേജസ്കരണം നടക്കും. വിശ്വാസികളുടെ പുനരുത്ഥാനം നടക്കും. മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കും. അത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ. ഇനി അവൻ പ്രത്യക്ഷനാകുന്ന സമയം നമുക്കറിയില്ല. അത് ഏത് സമയത്തും സംഭവിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം, അവരുടെയും താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അവർ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ എടുക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. അവനോട് ചേർക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവർ, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. ലോകത്തിലെ മനുഷ്യർക്ക് ഈ പ്രത്യാശ ഇല്ല.
അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ഈ പ്രത്യാശയെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കുക. നമ്മെ വിട്ട് കടന്നുപോയ അനേകരുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, അനേക കൂട്ടു സഹോദരങ്ങൾ, പ്രത്യേകിച്ച് പാൻഡമിക്കിന്റെ പീരീഡിൽ അനേകർ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയും നഷ്ടമാകുന്നില്ല. അവരുടെ ശരീരം ഭൂമിയിൽ വിതയ്ക്കപ്പെടുകയാണ്, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തേജസ്സിൽ അത് ഉയർത്തുവാൻ പോവുകയാണ്. അത് ദ്രവത്വത്തിന് വിധേയമായ ശരീരമാണ്, എന്നാൽ അത് അദ്രത്വം പ്രാപിക്കാൻ പോവുകയാണ്. അത് അത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നതാണ്, എന്നാൽ അത് തേജസ്സിൽ അത് 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 മഹത്വത്തിൽ ഉയർത്തപ്പെടുവാൻ പോകുന്നതാണ്. ഇന്ന് പകലും എബിന്റെ ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ പലരും കണ്ടു കാണും. ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, തന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ യൗവന പ്രായത്തിൽ ഒരു അപകടത്തിലൂടെ കർത്തൃസന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വസിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ദുഃഖം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അവരെ ആശ്വസിപ്പിക്കുവാൻ ആർക്ക് കഴിയും? എന്നാൽ ദൈവമക്കൾക്കുള്ള ഒരു ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, ആയുസിന്റെ ഏത് മധ്യത്തിലായിരുന്നാലും രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയല്ല. പിന്നെയും അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ്. നാം ഏത് പ്രായത്തിൽ മാറ്റപ്പെടുന്നു എന്നുള്ളത് വിഷയമല്ല, ഏത് രീതിയിലുള്ള മുഖാന്തരത്തിലൂടെ മാറ്റപ്പെടുന്നു എന്നുള്ളത് വിഷയമല്ല. നാം ക്രിസ്തുവിലായിരിക്കുകയാൽ, പുത്രത്വത്തിന് ആത്മാവ് പ്രാപിച്ചിരിക്കുകയാൽ അത് ഉറപ്പാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അത് ഉറപ്പാക്കും, തേജസ്കരണം ഉറപ്പാക്കും. ഈ മൺമയമായിട്ടുള്ള ശരീരം മാറി മിൺമയമായിട്ടുള്ള ഒരു ശരീരം യബിനിൽ ലഭിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന പ്രത്യാശ മാത്രമല്ല, തൊട്ടു താഴെ പറഞ്ഞിരിക്കുന്നത്, ഇതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ ഈ പ്രത്യാശ നമ്മെ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുവാൻ, ഉപദ്രവങ്ങൾ സഹിക്കുവാൻ, നഷ്ടങ്ങൾ സഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യം. ഇത് പലപ്പോഴും ഒരു പോപ്പുലർ തിയോളജി അല്ല, ഇതാർക്കും അങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നാം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കർത്തദൈവസേനയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും, നിങ്ങളുടെ സമ്പത്ത് 10 മടങ്ങാവും, നല്ലതാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾക്ക് ഭൗമികമായിട്ടുള്ള സകല കാര്യങ്ങളും നൽകുവാനായിട്ട് അവരൊരുക്കമാണ്, അതിന് യാതൊരു കുറവും വരുത്തുകയില്ല. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഈ ഇഹലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് കിട്ടും. എന്താ? ഇഹലോകത്തിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് കിട്ടും. കൊള്ളാമല്ലേ? ആ ഉപദ്രവങ്ങൾ ഇല്ലായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പക്ഷെ നമ്മൾ പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷെ അതൊരു പാക്കേജാണ്. അത് ഇല്ലാതെ 100 മടങ്ങ് മാത്രമായിട്ട് ദൈവം നൽകുവാൻ ഉദ്ദേശിക്കും. ദൈവം വിശ്വസ്തനാണ്. ഈ ഭൂമിയിൽ അവൻ 100 മടങ്ങ് തരും, പക്ഷെ എന്ത് മാറ്റില്ല? ഉപദ്രവം മാറ്റില്ല. കർത്താവ്, എനിക്ക് ഉപദ്രവമൊന്നും വേണ്ട, 100 മടങ്ങ് മാത്രം മതി. ഇല്ല, അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പൊ ദൈവം വിശ്വസ്തനാണ്, ഭൂമിയിൽ നന്മകളെ നൽകും. പക്ഷേ ഈ നന്മകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ഭൂവിസ്തൃതിയോ ബഹുനില കെട്ടിടങ്ങളോ പൊസഷൻസോ ആണ് എങ്കിൽ, ആ നന്മയിൽ നാം തൃപ്തിപ്പെടുന്നു എങ്കിൽ അതൊരു വലിയ തൃപ്തിയായിരിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കുവാൻ സാധ്യമല്ല. കാരണം ആ നന്മകൾ എന്തുകൊണ്ട് തരുന്നു? ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. പക്ഷെ നന്മകൾ നൽകുന്നതിലെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് മുഴുവൻ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ മറന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവസേനയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അത് നമുക്ക് അങ്ങ് ലാവിഷായിട്ട് ഏത് വിധേനെ ദൈവം വിശ്വസ്തൻ. പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഫോക്കസും ഒക്കെ ആ നിലയിലായി തീരാറുണ്ട്. അത് വാസ്തവത്തിൽ ബുദ്ധിയില്ലാത്ത എന്തുവാ ഒരു വ്യവഹാരമായിട്ടേ, ഒരു കച്ചവടമായിട്ടേ നമുക്ക്
ചിന്തിക്കാൻ സാധിക്കും. പിതാക്കന്മാർ വിശ്വസ്തരായിരുന്നു. അവര് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ നല്ലത്. ആ അനുഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? അത് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വീണ്ടും നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നാം ചെയ്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അടുത്ത തലമുറകൾ പാപ്പരായിട്ട് തീരുവാൻ സാധ്യതയുണ്ട്. ഞാൻ സാമ്പത്തികമായിട്ടുള്ള പാപ്പരത്തെ കുറിച്ചല്ല പറയാം. അത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് ഇന്ന് പകൽക്കാലം എന്റെ ചിന്തയിലേക്ക് വന്ന ഒരു വലിയ ചിന്ത, കഴിഞ്ഞ ഒരു 30-40 വർഷത്തിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു മുമ്പ് ക്രിസ്തീയ കുടുംബങ്ങളിൽ അനുഭവിച്ച ആത്മീക സന്തോഷം, അത് പിതാക്കന്മാരോട് ചേർന്നുള്ള ചെറുപ്പക്കാർ, മക്കൾ, കുടുംബങ്ങൾ. എന്റെ ചിന്ത പോയത് ബാലസംഘം ക്യാമ്പുകൾ. ആ ക്യാമ്പുകളിൽ 600, 700, 1000 ഒക്കെ ആൾക്കാർ, എല്ലാ ചെറുപ്പക്കാർ വളരെ ആക്റ്റീവായിട്ട് വന്ന് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു, ആത്മീക സന്തോഷം പങ്കിടുന്നു. അവരെല്ലാം ചെറുപ്പക്കാരാണ്, വളരെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യൂത്തായിരുന്നു. നല്ല അനുഭവം. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ തലമുറകളെല്ലാം എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരെല്ലാം ആത്മീയമായിട്ട് രക്ഷിക്കപ്പെട്ടവരാണ്, ദർശനമുള്ളവരാണ്. പക്ഷേ സംഭവിച്ചത് ഈ തലമുറകളെല്ലാം 40-30 വർഷത്തിന് മുമ്പുള്ള തലമുറകളെല്ലാം ഉപജീവനാർത്ഥം ഗൾഫിലേക്കും വിദേശങ്ങളിലേക്കും കുടിയേറി. അവർക്കിന്ന് ധാരാളം സമ്പത്തുണ്ട്. എന്താ സംഭവിച്ചത്? കേരളത്തിലെ സ്ഥലം സഭകളെല്ലാം ശോഷിച്ച് അത് ശുഷ്കമായിട്ട് തീർന്നു. മനസ്സിലായേ? അപ്പൊ അന്ന് നല്ല ആത്മീക അന്തരീക്ഷത്തിൽ അവർ വളർത്തപ്പെട്ടു, അവർക്ക് സമൃദ്ധി ഉണ്ടായി. ശരി, ഇന്ന് ആ പ്രദേശങ്ങളിൽ ശോഷിപ്പാണുണ്ടായിരിക്കുന്നത്, ശുഷ്കമായിട്ട് തീർന്നിരിക്കുകയാണ്. അവിടെ പുതിയ തലമുറകളെ അല്ലെങ്കിൽ പുതിയ വിശ്വാസികളെ ലഭിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇത് ആരെയും വിമർശിക്കുന്നതുമല്ല. പക്ഷെ ഒരു വസ്തുത ഇന്ന് എന്റെ ചിന്തയിലേക്ക് വന്ന് പറയുക, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് മാത്രമായിട്ട് നാം എന്ത് ചെയ്യേണ്ടതില്ല, ദൈവത്തെ അന്വേഷിക്കേണ്ടതില്ല. നാം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ വാക്യത്തിൽ, നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അനശ്വരത. അങ്ങനെയാണ് വിശ്വാസി ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ലോക മനുഷ്യരെക്കാളും കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ അരിഷ്ടത എന്തുകൊണ്ട് എന്ന് നാം പരിശോധിച്ചാൽ അതിന് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ദൈവം നൽകിയ സമൃദ്ധിയുടെ പിന്നാലെ നാം പോയി, 100 മടങ്ങിന്റെ പിന്നാലെ നാം പോയി. അതിന്റെ പിന്നിൽ 100 മടങ്ങ് നൽകുമ്പോൾ അതിനോട് ചേർന്നുള്ള ഉപദ്രവങ്ങളെ അല്ലെങ്കിൽ അതിനുള്ള ത്യാഗങ്ങളെ, അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ, അതിന്റെ ശരിയായ വിനിയോഗത്തെ കുറിച്ച് നാം ബോധവാന്മാരാകുന്നില്ല. ഇത് ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് ചേർന്ന് ഞാൻ പങ്കുവെക്കുക. ഇത് ഒരു വിചിന്തനത്തിന് വേണ്ടി മാത്രമാണ്, വിമർശനത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോ ഈ ഭൂമിയിൽ ദൈവം നന്മകളെ നൽകും. നാം മലാഖി പ്രവചനത്തിലേക്ക് വരികയാണെങ്കിൽ, ആലയത്തിലേക്ക് നിങ്ങളുടെ ഓഹരി കൊണ്ടുവരിക. സ്വർഗത്തിൽ നിന്ന് എന്താ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ, ഇതിനാണ് നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ, നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം, നിങ്ങൾക്ക് അമർത്തിക്കുലിക്ക് നൽകുവാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവരാണ്. അത് ദൈവം നൽകും. പക്ഷേ ഇവിടെ നാം കാണുന്നത് ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, നഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പിന്നാലെ പോയിരുന്നുവെങ്കിൽ, തന്റെ ഇനിഷ്യൽ, അതായത് വിശ്വാസത്തിലേക്ക് വന്ന കാലഘട്ടത്തിൽ തനിക്കുള്ള ബാലൻസ് എത്രയാണോ, ഭൗതികമായിട്ടുള്ള ബാലൻസ് എത്രയാണോ, അതിന്റെ 100 മടങ്ങ് തനിക്ക് മരിക്കുന്ന സമയത്ത് കാണണമായിരുന്നു. അതാണ് തിയറി എങ്കിൽ. എന്നാൽ അവസാനം ഒന്നും ഇല്ലാത്തവരായിട്ട് മിസ്രൈമിലെ നിക്ഷേപം നഷ്ടപ്പെടുത്തിയ മോശ ഭൗതിക അനുഗ്രഹങ്ങളാണ് ലക്ഷ്യം വച്ചിരുന്നതെങ്കിൽ താൻ നെബോ പർവ്വതത്തിൽ മരിക്കുന്ന സമയത്ത് മിസ്രൈമിനേക്കാൾ കൂടിയ നിക്ഷേപം തനിക്ക് ഭൂമിയിൽ ഉണ്ടാകണമായിരുന്നു. എന്നാൽ മോശയ്ക്ക് അത് കാണുന്നില്ല. മോശ തനിയെ പോയി മരിച്ചു, ദൈവം അതിന്റെ ദൂതന്മാർ അവനെ അടക്കം ചെയ്തു എന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിക്ഷേപവും ഈ അനുഗ്രഹങ്ങളും മോശയ്ക്ക് എവിടെയാണ് സ്വരൂപിച്ചിരിക്കുന്നത്? അത് നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ തന്നെയാണ്. അത് മോശയുടെ അവകാശം.
അത് മോശയുടെ പ്രതിഫലമാണ്. നാം അത് തിരസ്കരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, മറുരൂപമലയില് സംസാരിക്കുവാനായിട്ട് യേശു കർത്താവുമായിട്ട് അവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും ഇനി നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംവദിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചത് മോശയെയും ഏലിയാവിനെയുമാണ്. അവകാശം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ അവകാശം? ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുവാൻ, പുത്രനോട് സംസാരിക്കുവാൻ, പുത്രനോട് ഇടപെടുവാൻ ദൈവം നിയോഗിച്ചയച്ചത് മോശയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ, എന്താണ് അവകാശം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായേക്കാം അല്ലെ? ദൈവം തന്റെ പ്രതിനിധിയായിട്ട് മോശയെ ഏലിയാവിനെ നിയോഗിച്ച് അയച്ച് യേശു കർത്താവിനോട് സംഭാഷിക്കുന്നു. അവകാശം എങ്ങനെ ഇരിക്കുന്നു? മിസ്രൈമിലെ നിക്ഷേപം എങ്ങനെ ഇരിക്കുന്നു? അത് നഷ്ടമാക്കിയത് മോശയ്ക്ക് നഷ്ടമല്ല. കാരണം അതായിരുന്നു താൻ ലക്ഷ്യം വെച്ചിരുന്നു എങ്കിൽ ഈജിപ്തിലെ ഏതെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു പിരമിഡിന്റെ അകത്ത് താൻ ഒടുങ്ങുമായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് കാലത്തിലേക്ക് ഇറങ്ങി വരുവാൻ, വീണ്ടും വരുവാൻ, പ്രത്യക്ഷനാകുവാൻ, യേശു കർത്താവിനോട് സംവദിക്കുവാൻ ദൈവം നിയോഗിച്ചയച്ചത് മോശയുടെ അവകാശമാണ്, മോശയുടെ ഓഹരിയാണ്, മോശയുടെ പ്രതിഫലമാണ്. ഇതാണ് പ്രതിഫലം എന്നുള്ളത് കൊണ്ട് ദൈവമക്കളും ലക്ഷ്യം വെക്കുക. ഓക്കെ, ഇതിനെയാണ് ധാരാളമായ പ്രവേശനമെന്നും സമൃദ്ധിയായ ജീവനെന്നും അല്ലെങ്കിൽ പ്രതിഫലമെന്നും കിരീടമെന്നും തേജസ് എന്നും ഒക്കെ പറയുന്നത് ഇതാണ് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുക. നാം ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അധികരിച്ച് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എന്ത് അവകാശമാണ് നാം സ്വരൂപിച്ചിരിക്കുന്നത്? ദൈവസന്നിധിയിൽ എന്ത് സ്ഥാനമാണ് ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ നാം എന്ത് അവകാശമാണ് പ്രാപിച്ചിരിക്കുന്നത്? കൂട്ടവകാശമൊക്കെ തന്നെയാണ്. എന്നാൽ കഷ്ടം അനുഭവിക്കുന്നതിന്, നഷ്ടം സഹിക്കുന്നതിന് ഈ കൂട്ടവകാശം മാത്രമല്ല, പിന്നെയോ മഹാപ്രതിഫലവുമുണ്ട്. അതിന് മഹാപ്രതിഫലവുമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് അല്പമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. 18ാമത്തെ വാക്യം കൂടെ നമുക്ക് ഇതിനോട് ചേർന്ന് ഒരുമിച്ച് ചിന്തിച്ച് പോകാം. ഓക്കെ, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോട് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. വാക്യം 18, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാറുക, ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുക. അല്ല എങ്കിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു കമ്പാരിസൺ നടത്തുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. വെൻ കമ്പയർഡ് ടു ദി ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ സന്നിധിയിൽ ദൈവമക്കൾ ലഭിച്ചിരിക്കുന്ന ആ വലിയ ഗ്ലോറി, മഹത്വത്തെ കുറിച്ച് അവിടെ നാം വായിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18. For I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. Not worthy to be compared. ഇവിടെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഏതിനെയൊക്കെയാണ്? സഫറിങ്സ് ഓഫ് ദിസ് പ്രസന്റ് ടൈം, ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് the glory which shall be revealed in us, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്. ഇത് രണ്ടും ഒരു തുലാസിന്റെ രണ്ട് വശത്തായിട്ട് വച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കമ്പാരിസണിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വിധത്തിലും തമ്മിൽ മാച്ച് ചെയ്തതല്ല, ഒരു വിധത്തിലും നോട്ട് വർത്തി ടു ബി കമ്പയർഡ്. കമ്പയർ ചെയ്യാൻ പോലും ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത പോലും ഈ ലോകത്തുള്ള പ്രസന്റ് ടൈമിൽ നമുക്കുള്ള കഷ്ടതകൾ, ഈ കഷ്ടതകൾ ഉണ്ടോ? യാഥാർത്ഥ്യമാണ് അല്ലെ. നാം റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്താ? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ കഷ്ടതകൾ എന്ന് പറയുന്നത് എന്താ? ഒരു വസ്തുതയാണ്,
അതിനെ നിരാകരിച്ചിട്ട് കാര്യമില്ല. ദൈവമക്കൾ കഷ്ടമില്ല എന്നോ അല്ലെങ്കിൽ ആ നിലയിൽ പ്രോസ്പെരിറ്റി മാത്രമേ ഉള്ളൂ എന്നോ നാം ചിന്തിച്ചിട്ട് കാര്യമില്ല. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെ കുറിച്ച് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? 10 മുതൽ 12 വരെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 18 മുതൽ 21 വരെയുള്ള വാക്കുകൾ. അവരെന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ലോകം അവർ എന്നെ സ്വീകരിച്ചില്ല, നിങ്ങളെയും സ്വീകരിക്കില്ല. അപ്പൊ ഈ നിലയില് കഷ്ടതകൾ എന്ന് പറയുന്നത് അത് വാസ്തവമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിനെ നാം നെഗറ്റീവ് ചെയ്തിട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, കഷ്ടത ഉണ്ട്, അല്ലെ? ഫിലിപ്പിയർ 1:29 വിശ്വസിപ്പാൻ മാത്രമല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ 1 തെസ്സലോനിക്കർ 3:4 വാക്യം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3:4 കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചുവല്ലോ. അപ്പൊ ലോകത്തിൽ കഷ്ടതകളുണ്ട്, പീഡനങ്ങളുണ്ട്, അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് അഫ്ഗാനിസ്ഥാനിലെ, അതുപോലെ ഖർഗോഷ് ഇറാഖിലെ ഖർഗോഷ് ആ പ്രദേശങ്ങളില് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് നമുക്ക് ഇത് നമ്മെ സംബന്ധിച്ച ഒരു നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറില്ല. കാരണം നമ്മുടെ സ്ഥലത്തൊന്നും ഈ കഷ്ടതയൊന്നും വന്നിട്ടില്ല, അല്ലെ? അപ്പൊ നമ്മളെന്തോ ഉപദ്രവം അനുഭവിക്കുന്നത്? ഒരു ഉപദ്രവവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും അനുഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഉപദ്രവം നേരിടാത്തത്? നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എന്തുണ്ട്? ഉപദ്രവവും ഉണ്ടാകും. ഭക്തിയോടെ ജീവിക്കാനായിട്ട് മനസ്സുണ്ട് എങ്കിൽ അതിനോട് ചേർന്ന് വരുന്നത് എന്ത്? ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ഉപദ്രവം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന്റെ കോൺവേഴ്സ് അത് ശരിയാണോ എന്നുള്ളത് നാം പരിശോധിക്കും. ഭക്തിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് മനസ്സില്ല. നാം പലപ്പോഴും കോംപ്രമൈസും വിട്ടുവീഴ്ചയും പിന്നെ ലാഘവ ബുദ്ധിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പൊ കാണുന്ന എല്ലാവരോടും സുവിശേഷം പറയണം, അത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒഴിവാക്കും, അല്ലെ? നമ്മളെല്ലാവരും ഒഴിവാക്കും. അപ്പൊ നമ്മൾ സേഫായി. എങ്ങനെയാ സേഫായത്? അത് നിമിത്തമുള്ള ഉപദ്രവം നമുക്ക് ഉണ്ടാകുകയാണ്. എന്നാൽ പരസ്യമായിട്ട് ചെന്ന കവലകൾ തോറും സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ത് സംഭവിക്കും? നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഉപദ്രവം വരും. അപ്പൊ അതിന് നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് പലപ്പോഴും വേണ്ട എന്ന് വയ്ക്കുന്നത്. ഇപ്പൊ പിന്നെ കോവിഡ് സാഹചര്യങ്ങളാണല്ലോ, നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സേഫായി. എന്നാൽ ഏത് കാലഘട്ടത്തിലും ഭക്തിയോടെ ജീവിക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ കയ്യും നീട്ടി ആരും സ്വീകരിക്കുക. യേശു കർത്താവിനെ പകച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളെ പകയും. അപ്പൊ കഷ്ടത നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നെങ്കിൽ നിശ്ചയമായിട്ടും നാം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഷ്ടത ഉണ്ടാകും. അപ്പൊ ഇവിടെ നോക്കി, 2 കാര്യങ്ങൾ തുലനം ചെയ്തിട്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഈ 2 കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അനേക കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ അത് ടെമ്പററി ആണ്. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സോ അതെന്താ? വെളിപ്പെടുവാനുള്ള തേജസ് അത് നിത്യ തേജസ്സാണ്, അല്ലെ? ഇനി ഇവിടെ ഇത് പാസിംഗ് ആണ്, അത് കടന്നു പോകുന്നതാണ്. പലപ്പോഴും നമുക്ക് നേരിടുന്ന ചെറിയ ചെറിയ വേദനകൾ പോലും നമുക്ക് അസഹനീയമായിട്ട് തോന്നുന്നതിന്റെ കാരണം നമ്മൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ വലുതാണ് എന്ന് സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വരുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് അതാണ് മൂല്യതയേറിയത്, അതാണ് വിലയേറിയത്, അതാണ് മഹത്വകരമായിട്ടുള്ള കാര്യം. അതിനെക്കുറിച്ച് നാം ബോധേടല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ചെറിയ തലവേദനകളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വലിയ ഭീകരമായിട്ട് തോന്നും, അല്ലെ? ക്രിസ്തുവിന്റെ നാമനിമിത്തം തോലുരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ മുഴുവൻ മാറ്റിയിട്ട് കഷ്ടതയിലേക്ക് നമ്മെ നയിച്ചാൽ അത് സഹിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ അത് സഹിച്ചവരില്ലേ? അവരെങ്ങനെ സഹിച്ചു? അപ്പോസ്തലനായ പൗലോസ് തന്റെ വിശ്വാസ ജീവിതത്തിൽ, തന്റെ
സുവിശേഷ പ്രഘോഷണ രംഗങ്ങളിൽ തനിക്ക് നേരിട്ട കഷ്ടതകളെ കുറിച്ച് നാം കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 വാക്യം അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. അത് നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പൊ ആ നിലയില് കഷ്ടതകൾ, അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മള് കഷ്ടത എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് വല്ലാതെ കുടുങ്ങിപ്പോകുന്നു എന്ന് തോന്നും. ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അസഹനീയമായിട്ട് തീരുന്നുവെങ്കിൽ, ചെറിയ കാര്യത്തിന് പോലും ദൈവത്തോട് പിറുപിറുക്കുന്നുവെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവസേനയിൽ പരാതിപ്പെടുന്നുവെങ്കിൽ, നാം നിത്യതയെക്കുറിച്ചുള്ള ആ ഒരു ദർശനം പ്രാപിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് ജീവിതത്തെ നിരാശയോടുകൂടെ സമീപിക്കുന്ന വിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കഷ്ടതകളെ അതിജീവിക്കുവാനായിട്ട്. എന്താ? നിത്യതയിലേക്ക് ലക്ഷ്യം വയ്ക്കുക. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ നിത്യതയിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാതിരിക്കുന്നു. നാം ഇപ്പോൾ അന്ധകാരത്തിലാണ്. ശരിയാണ്, അന്ധകാരത്തിലാണ്. നാം ഏകരാണ് എന്ന് നമുക്കൊരു പക്ഷെ തോന്നിയേക്കാം. നാം നഷ്ടത്തിലാണ് എന്ന് തോന്നിയേക്കാം. നാം ബലഹീനരാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെ തോന്നുന്ന സമയത്ത് ആ തിരശീലയുടെ അപ്പുറത്ത് ഉള്ള അതിമഹത്തായ തേജസ്സിന്റെ ആ ചെറിയ കിരണങ്ങൾ നമുക്ക് ആ തിരശീലയിൽ കൂടെ കാണുവാൻ സാധിക്കുമെങ്കിൽ അത് മതി നമ്മുടെ ഭീതി മാറാം, നമ്മുടെ നിരാശ മാറാം. കാരണം ഇത് ടെമ്പററി, താൽക്കാലികമായിട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം പ്രാപിക്കുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ ഉൾപ്പെടെ ഉപദ്രവം, കഷ്ടത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ക്രിസ്തുവിന്റെ നാമം ധരിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ഓഫീസ് രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ, പത്രോസ് പറയുന്നുണ്ട്, എന്താ? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. നന്മ ചെയ്തത് കൊണ്ട് കഷ്ടം, നീതിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അല്ലെ? നീതിക്ക് വേണ്ടി നിന്നത് കൊണ്ട് കഷ്ടം, ഉപദ്രവം, അതൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാകും, അല്ലേ? അല്ലെ? സാരമില്ല, അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് അതിജീവിക്കുവാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരശീലയ്ക്ക് അപ്പുറത്തുള്ള നിത്യ ഘനമുണ്ടല്ലോ, അതിന്റെ ചെറിയ രേഖകൾ നമുക്ക് ആ തിരശീലയിൽ കൂടെ ഒന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയണം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ ക്രിസ്തുയേശുവിനെ ധ്യാനിച്ചു കൊള്ളുവാൻ പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ, കഷ്ടതകൾ ഒക്കെ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് നമ്മെ ഇടയാക്കുന്നത് ഒരു വലിയ ഒരു ചിന്തയാണ്, ഒരു വലിയ നോട്ടമാണ്. ആ നോട്ടം ഏതാ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. അതൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അവകാശം, നമ്മുടെ പ്രതിഫലം, നമ്മുടെ തേജസ്, നമ്മുടെ നിത്യത, ഇതിനെക്കുറിച്ച് തിരശീലയ്ക്ക് അപ്പുറത്ത് ദൈവം നമുക്കായിട്ട് സംഭരിച്ചു വച്ചിരിക്കുന്ന അമൂല്യ ശേഖരണത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നു എങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ കണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇത് പറയാൻ വളരെ എളുപ്പമാണ് പ്രിയ സഹോദരന്മാരെ. ഞാൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പരാജയപ്പെടുന്ന മേഖലകളാണ്. ഇത് അല്പം കൂടെ വിശദമാക്കണം എന്ന് എനിക്ക് താല്പര്യം. ദൈവമക്കൾക്ക് എന്തുകൊണ്ട് കഷ്ടത? ലോകത്തിലെ മനുഷ്യർക്ക് കഷ്ടതയുണ്ട്, ഉണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് കഷ്ടത ഒന്നുകൂടെ കൂടുതലാണ്, അല്ലെ? അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ കഷ്ടത ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർ ലോകത്തിൽ അന്യരെ പോലെ ജീവിക്കുന്നതാകിയാൽ ലോക മനുഷ്യരോട് ചേർന്ന് അവരുടെ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് അവർക്ക് വലിയ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്, അല്ലെ? അത് നിമിത്തം അവർക്ക് കഷ്ടത ഉണ്ടാകും, അല്ലെ? പത്രോസിന്റെ 1-ാം ലേഖനം 3:14, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ലജ്ജിക്കരുത്. പോരാട്ടമുണ്ട്. അത് ലോകം, ജഡം, പിശാച്, ഇത് മൂന്നിനോടും പോരാട്ടമുണ്ട്, അല്ലെ? ഇനി പിശാചിനോട് പോരാട്ടമുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്, അല്ലെ? പിശാച് നമ്മെ പോരിന് വിളിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10 മുതൽ തുടങ്ങിയ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് എന്ത് ചെയ്തിരിക്കുകയാണ്?
വന്നിരിക്കുകയാണ്. ടെംപ്റ്റേഷൻസ്, നിങ്ങളെ പരീക്ഷിക്കേണ്ടത്. നിങ്ങൾ പേടിക്കണ്ട. എന്താ, ഞാൻ പരീക്ഷ എന്നൊക്കെ വിടിവിച്ചോളാം, അങ്ങനെയാണോ? ഇല്ല, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും അല്ലെ. അപ്പൊ പിശാച് അവൻ പരീക്ഷിക്കുന്നവനാണ് അല്ലെ. അവന്റെ പ്രലോഭനങ്ങളും ടെംപ്റ്റേഷൻസും നമുക്കുണ്ടാകും അല്ലെ. പത്രോസിന്റെ 1 ലേഖനം 3:17 നന്മ ചെയ്തുകൊണ്ട് കഷ്ടം സഹിച്ചാലോ, നന്മ ചെയ്യുന്നുവെങ്കിൽ കഷ്ടത പ്രതീക്ഷിക്കാം. നീതിക്ക് വേണ്ടി നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അല്ലെ. ഒരുപക്ഷെ ലോകത്തിൽ ലഭിക്കുന്ന കഷ്ടതകൾ പല നിലയിലാകാം. ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള വേദനകളാകാം, രോഗങ്ങളാകാം. ഇതൊക്കെ കഷ്ടതയുടെ ഭാഗമാണ്. ഇത് ലോകത്തിലെ മനുഷ്യർക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ അതിലപ്പുറമായിട്ട് കഷ്ടത വിശ്വാസികൾക്ക് നേരിടുവാൻ സാധ്യതയുണ്ട്. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള സകല മനുഷ്യർക്കും ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കഷ്ടതകൾ, നാച്ചുറൽ കലാമിറ്റീസ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കഷ്ടത. ഇപ്പോഴത്തെ കോവിഡിന്റെ കാര്യത്തിൽ സകല മനുഷ്യരും ഒരുപോലെ കഷ്ടതയിലാണ്. അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് അതിന്റെ കഷ്ടതയും നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാൽ വിശ്വാസികൾക്ക് അതിലപ്പുറമായിട്ട് ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ ഉണ്ട്. അവിടെ നമ്മെ നിലനിർത്തുന്നത് ഈ എണ്ണലാണ്. സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കാരണം സ്വർഗത്തിലുള്ള നമ്മുടെ തേജസ്സിനെ കുറിച്ച്, നമുക്ക് ലഭ്യമാകുന്ന, നമ്മിൽ വെളിപ്പെടുന്ന ആ തേജസ്സിനെ കുറിച്ച് ഒരു വാക്കിയുടെ വായിച്ച് ഞാൻ എന്റെ ചിന്ത ഇന്ന് അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്ക്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇതേ കമ്പാരിസൺ തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം കാണുന്നത് ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് നാം ചിന്തിക്കുന്നെങ്കിൽ അത് താൽക്കാലികമാണ്. കാണാത്തത് നിത്യമാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ഇത് നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. ഈ ലോകത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് പ്രതിസന്ധികളും സാഹചര്യങ്ങളും അതിജീവിക്കാനുള്ള ഊർജം അത് നമുക്ക് നൽകും. നൊടിനേരം എന്ന് പറയുമ്പോൾ അത് നൊടിനേരം, when compared to our eternity, നമ്മുടെ നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് സാരമില്ല എന്നെണ്ണുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ ഒരു ഫോക്കസ്, ഈ ഒരു ചിന്ത നമ്മെ ഈ ഭൂമിയിൽ നാം പ്രത്യാശയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് അർത്ഥവത്തായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവരുടെ നാമം ഇന്ന് ഉന്നയിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.